അതെ, ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നാടിൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണല്ലേ. ആർക്കും ഒന്നും നോക്കാനോ പറയാനോ ഇല്ലയോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഇല്ലയോ ഒന്ന് സ്വഭാവത്തിൽ നിന്ന് മാറ്റി വരുത്താനോ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാനടക്കം കേട്ടോ പറയുന്നത്. പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, സത്യത്തിൽ ഇന്ന് നമ്മുടെ ഈ സമയങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് നല്ല മഴയും നല്ല കാലാവസ്ഥയും അത്യാവശ്യം എല്ലാവിടെയും നല്ല വെള്ളങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളാണല്ലേ. പക്ഷേ നമ്മുടെ നാട്ടിലെ മഴകൾ പോയി, കാലാവസ്ഥകൾ മാറ്റങ്ങൾ വന്നു. സമയത്തിന് കാറ്റടിക്കില്ല, സമയത്തിന് മഴ പെയ്യില്ല, സമയത്തിന് വെയിലടിക്കില്ല എന്ന് പറഞ്ഞ പോലെ മൊത്തം ഒരു തോന്നിയ പോലെയാണ്. അതേപോലെയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പല ആളുകളും, ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ. അത് പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യയിലാണ് സംഭവം. അത് ഏത് നാടാണെന്നുള്ള എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. 2 മാസമായ പ്രായമുള്ളൊരു കുഞ്ഞു കുട്ടിയെ അമ്മ വന്നിട്ട് കയ്യിനെ മടക്കി പിടിച്ചിങ്ങനെ ഓടിക്കുന്നു, കാലിന് മടക്കി പിടിച്ച് ഓടിക്കുന്നു. ആ കുഞ്ഞു വല്ലാതെ വിളിച്ച് കരയുന്നു. മനസ്സാക്ഷി മരവിച്ച് പോയില്ലേ. എന്തും മനുഷ്യർ. എന്തിനു വേണ്ടി നിങ്ങൾ പ്രസവിക്കുന്നു? എന്തിനു വേണ്ടി നിങ്ങൾ കല്യാണം കഴിച്ച് സുഖം മാത്രം നേടിയെടുക്കുന്നു? ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ സുഖം മാത്രം എടുക്കുന്നു? ഇതുപോലുള്ള കുഞ്ഞു മക്കളെ ഇല്ലാതെയാക്കുന്നു. എത്രയോ മാതാപിതാക്കൾ, എത്രയോ കുടുംബങ്ങളിൽ മക്കളില്ലാതെ കാത്തിരിക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്. നാട് മൊത്തം കുഞ്ഞിനെ തല്ലി, കുഞ്ഞിനെ കിണറ്റിലിട്ടു, ഇല്ലെങ്കിൽ കുഞ്ഞിന് കൊന്നു, ഇല്ലെങ്കിൽ 8-ാം മാസം ഗർഭം കലക്കി, അങ്ങനെയുള്ള പല ന്യൂസുകളാണ് കേൾക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങൾ തരും അല്ലേ? 1. 2, ഒരു വീട്ടിലെ എന്താ പറയുക, ബിരിയാണിയും ഐസ്ക്രീമും കൊടുത്തിട്ട് കുട്ടിയെ കാറിൽ AC ഇട്ട് കൊടുത്തിട്ട് ഉറക്കാൻ വെച്ചു. രാവിലെ എണീക്കുമ്പോൾ എന്താണ്, കുട്ടി മരണപ്പെട്ടു. എത്ര വയസ്സ്? ഏകദേശം 3-5 വയസ്സ് താഴെയുള്ള കുഞ്ഞു കുട്ടി. കാരണം എന്താണ്, അമ്മയുടെ അവിവാഹത്തിന് തടസ്സമായ പിഞ്ചു കുഞ്ഞിനെ മരണത്തിനിടയാക്കിയ കാമുകൻ. എന്തൊരു ലോകമാണല്ലേ. പിന്നെ എങ്ങനെ നമ്മുടെ നാട് നേരാവും, നാട്ടിലെ കാര്യങ്ങൾ നേരാവും? അതുമാത്രമല്ല, പിന്നെ കാണുന്ന എന്താണ്, ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് ഭാര്യ സുഹൃത്തിൻ്റെ കൂടെ പോയി എന്ന് അല്ലേ. വല്ലാത്തൊരു ലോകം. പിന്നെന്താണ്, 26-ാം വയസ്സിൽ മരണം. എന്താണ്, ബോഡി ഷെയ്മിങ്ങും സ്ത്രീധനപ്പിഴവും കാണിച്ചുകൊണ്ട് 26-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു പോയ പെണ്ണിനെ കൊല്ലുക. എന്തൊരവസ്ഥയാണല്ലേ. പിന്നെന്താണ്, ശരീരത്തിൽ കയറിയിരുന്ന് പലതവണ മുഖത്തടിച്ച് ഇഷ്ടപ്പെട്ടു പോയ കാമുകിയെ അതിൻ്റെ ക്രൂരത വെളിപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്തു, തല്ലി കൊലപ്പെടുത്തി. ഇതെല്ലാം നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. ഇതൊക്കെ പറയുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെന്താണ്, ചിക്കൻ കറിയിൽ കൂടുതൽ കഴിച്ചെന്ന് പറഞ്ഞ് വഴക്കിട്ട് സ്ത്രീധനവും ജാതി ആക്ഷേപിച്ചിട്ട് ആ പെണ്ണിനെയും കൊന്നു. അതങ്ങനെ. പിന്നെന്താണ്, 2 ലക്ഷം സ്ത്രീധനത്തിന് വേണ്ടി പാവം ഒരു ചേച്ചിയെ എന്താ ചെയ്തത്, മണിക്കൂറുകളോളം ദിവസങ്ങളോളം പട്ടിണിക്ക് ഇട്ട് ഒന്നിനും കൊടുക്കാതെ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും കൂടി ക്രൂരമായി കൊലപ്പെടുത്തി. എല്ലാ വീഡിയോയും എല്ലാ ഫോട്ടോസും ഇതിൻ്റെ കൂടെ ഇട്ട് തരുന്നുണ്ട്. പിന്നെന്താണ്, ഭർത്താവിൻ്റെ അനുജൻ്റെ ഭാര്യയുമായി പ്രണയബന്ധം, പച്ചക്കറി അരിയാനെടുത്ത കത്തി വെച്ച് യുവതി കുത്തിക്കൊന്നു. ഇതൊക്കെ പറഞ്ഞു വന്നെന്തിനാണെന്നറിയോ? സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാരെ, ഞാൻ നല്ലവനായിട്ട് പറയുന്നതല്ല. നമ്മുടെ നാട്ടിൽ ദൈവം തമ്പുരാൻ അല്പമെങ്കിലും ഐശ്വര്യം, ഒരു നന്മ നമ്മുടെ നാട്ടിൽ ഇറക്കി തരണമെങ്കിൽ കുറച്ചെങ്കിലും മനസ്സാക്ഷി എന്നുള്ള സംഭവം നമുക്കൊക്കെ ഉണ്ടാവണം. നമ്മളൊക്കെ ഉള്ളവരാണ്. ഇന്നല്ലാത്തൊരു കുറേ ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. കുഞ്ഞും മക്കളെ പ്രസവിച്ച് കുഞ്ഞിന് കൊല്ലുന്നു. എന്നിങ്ങനെ വെറുതെ കൊല്ലുകയല്ല, പീഡിപ്പിച്ച് കൊല്ലുക. ഈ ഇടയ്ക്ക് കണ്ടില്ലേ, 13 വയസ്സായി കുഞ്ഞുമോളെ അതിക്രൂരമായി 32 പേര് പീഡിപ്പിച്ച് കൊന്ന്. ഈ ഇടയ്ക്ക് കണ്ടില്ലേ, കുഞ്ഞുമോളെ അച്ഛൻ പീഡിപ്പിച്ച് കൊന്നത്. ഈ ഇടയ്ക്ക് കണ്ടില്ലേ, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ആ പെൺകുട്ടിയുടെ പീഡന ദൃശ്യം കാണിച്ചു കൊടുക്കും പറഞ്ഞിട്ട്. എന്തൊരു നാടാണില്ലേ. അമ്മയുടെ കഴുത്തറുക്കുക, ചെറിയൊരു സ്വർണത്തിന് വേണ്ടി, ചെറിയൊരു മൂക്കുത്തിക്ക് വേണ്ടി അമ്മയെ, ഒരു 70-80 വയസ്സ് അമ്മയെ കൊന്നിരിക്കുക അല്ലേ. കള്ളു കുടിച്ചുകൊണ്ട് അമ്മയെ പീഡിപ്പിച്ച് 85 വയസ്സായി കൊന്ന ഒരാളെ വെളിപ്പെടുത്തൽ കണ്ടില്ലേ മിനിഞ്ഞാന്ന്. അങ്ങനെ കുറേ ദിവസങ്ങളോളം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഒട്ടും ശരിയല്ല. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ നല്ല ഇറച്ചിയും മീനും മുട്ടയും എല്ലാം കൊടുത്ത് സുഖജീവിതം കൊടുത്ത് ഇപ്പം എന്താണ്, ജോളി പറഞ്ഞ സ്ത്രീയെ BCom വരെ പഠിപ്പിക്കാൻ വേണ്ടി കോടതി അംഗീകരിച്ചു പറഞ്ഞ ന്യൂസ് ഞാൻ കണ്ടു. ജയിലിൻ്റെ ഉള്ളിൽ വെച്ച് BCom പഠിക്കാം. എന്തൊരു നാടാണ്, എന്തൊരവസ്ഥയാണ്. ആരെയും കുറ്റം പറയാൻ ഞാൻ ആരുമല്ല. കാണുന്ന സങ്കടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാണ്. കുഞ്ഞും മക്കൾ, ഗർഭിണിയായ സ്ത്രീകൾ, അമ്മമാർ, അച്ഛന്മാർ,
കൂട്ടുകുടുംബങ്ങൾ ഇവർക്കൊക്കെ എല്ലാം ആവശ്യപ്പെടാത്ത രീതിയിലുള്ള വേദനകൾ വരുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത, നാളെ നമുക്കിതുപോലെ ഒരു ഗതി വരുമോ എന്നുള്ളൊരു പേടി, നാളെ നമ്മുടെ തലമുറകൾ നാശത്തിലേക്ക് പോകുമെന്നുള്ളൊരു പേടി, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടാൻ കാരണം. നമ്മുടെ നാട്ടിൽ ഐശ്വര്യം, നല്ല ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ, മഴ പോലെ കറക്റ്റ് സമയത്ത് മഴ, കറക്റ്റ് സമയത്ത് കാറ്റ്, നല്ല വെള്ളം, നല്ല വായു എല്ലാം കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതോടു കൂടി തെറ്റിൽ നിന്ന് നമ്മളൊക്കെ മാറിപ്പോണം. അതിനു വേണ്ടി ഒരു മെസ്സേജ് ആയിട്ടൊന്ന് ഇട്ടതാണ്. എല്ലാവരും അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. എല്ലാവർക്കും നല്ലത് വരത്തട്ടെ.